മഹോന്നതനാണ്, പരിശുദ്ധനാണ്, ഉന്നതനാണ്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ഒന്ന് കരം തട്ടി വിളിച്ചു പറയാമോ? എൻ്റെ പ്രിയൻ സുന്ദരനാണ്, എൻ്റെ പ്രിയൻ മഹോന്നതനാണ്. കരങ്ങൾ അടിച്ച് വിളിച്ചു പറയാ, എൻ്റെ പ്രിയന് വിശേഷതയുണ്ട്, അതുകൊണ്ട് ഞാൻ സ്തുതിക്കൂ, അതുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തു. ഇന്ന് പകൽ ദൈവിക സ്തുതികൾ ഇവിടെ ഉയർത്താം, സ്തോത്രം ഇവിടെ ഉയർത്താം, ആരാധന ഉയർത്താം. കരങ്ങൾ ചലിക്കട്ടെ. നാം പാടിയതുപോലെ അവിടുന്ന് മഹോന്നതനാണ്, അവിടുന്ന് അത്ഭുതവാനാണ്, അവിടുന്ന് ശക്തനാണ്. ഇന്ന് പകലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ ഇവിടെ വെളിപ്പെടട്ടെ. സ്തുതികൾ ഉയരട്ടെ, കരങ്ങൾ ചലിക്കട്ടെ, അതരങ്ങൾ ചലിപ്പിച്ച് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കൂ. മഹോന്നതനെ, സ്തുതിക്ക് യോഗ്യനെ, അത്ഭുതങ്ങളെ ചെയ്യുന്നവനെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമാ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, വീഴ്ചയിൽ നീയെ കാത്തവനെ. താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, വീഴ്ചയിൽ നീയെ കാത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വചയെ നിത്യം ചേർന്നവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വചയെ നിത്യം ചേർന്നവനെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. ശത്രുവിൻ കാല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രു മുൻപാകെ വേശ്യയൊരുക്കൂ, മിത്രനാമേശുവേ സ്തുതി മനമേ. ശത്രു
ചിറകടിയിൽ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമായി സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമായി ആശിച്ച ദേശം കാണുകയാ ശ്ലേഷമഖിലവും നീങ്ങുകയാ ആശിച്ച ദേശം കാണുകയാ ക്ലേശമഖിലവും നീങ്ങുകയാ യേശുമാണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവട്ടിയായ നമ്മെ യേശുമാണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവട്ടിയായ നമ്മെ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ വീഴ്ചയെ നീയെ കാത്തവനെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ വീഴ്ചയെ നീയെ കാത്തവനെ കാഴ്ചയാലല്ല വിശ്വാസത്താലേ കാഴ്ചയ്ക്ക് നിത്യം ചേർത്തവനെ കാഴ്ചയാലല്ല വിശ്വാസത്താലേ കാഴ്ചയ്ക്ക് നിത്യം ചേർത്തവനെ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമായി സ്തോത്രഗീതം പാടുക നീ മനമേ ശത്രുവിൻ തല തകർത്തവനെ മാതയിൽ ജയം തന്നവനെ ശത്രുവിൻ തല തകർത്തവനെ മാതയിൽ ജയം തന്നവനെ ശത്രു മുൻപാകെ ദേശയൊരുക്കോ യേശുവേ സ്തുതി മനമേ ശത്രു മുൻപാകെ ദേശയൊരുക്കോ യേശുവേ സ്തുതി മനമേ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമായി കഷ്ടവും മഹാശാസനയും ഉള്ള ദിനവും ഇതേ കഷ്ടവും മഹാശാസനയും ദിനവും ഇതേ ഉള്ളം കലകം കള്ള സഹോദരം വള്ളൂര ചെയ്യുകിലെന്തു ഭയം ഉള്ളം കലകം കള്ള സഹോദരം വള്ളൂര ചെയ്യുകിലെന്തു ഭയം സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമായി ഒന്നിലും പതറിയിടരുതേ കാട്ടിൽ വഴി പോയിടിലോ 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 മണ്ണരിൽ മണ്ണവൻ നമ്മോട് കൂടെ എന്നും അവൻ നമ്മെ വഴി നടന്നു മണ്ണരിൽ മണ്ണവൻ നമ്മോട് കൂടെ എന്നും അവൻ നമ്മെ വഴി നടന്നു മണ്ണരിൽ മണ്ണവൻ നമ്മോട് കൂടെ എന്നും അവൻ നമ്മെ വഴി നടന്നു മണ്ണരിൽ മണ്ണവൻ നമ്മോട് കൂടെ എന്നും അവൻ നമ്മെ വഴി നടന്നു മണ്ണരിൽ മണ്ണവൻ നമ്മോട് കൂടെ എന്നും അവൻ നമ്മെ വഴി നടന്നു മണ്ണരിൽ മണ്ണവൻ നമ്മോട് കൂടെ എന്നും അവൻ നമ്മെ വഴി നടന്നു മണ്ണരിൽ മണ്ണവൻ നമ്മോട് കൂടെ എന്നും അവൻ നമ്മെ വഴി നടന്നു മണ്ണരിൽ മണ്ണവൻ നമ്മോട് കൂടെ എന്നും അവൻ നമ്മെ വഴി നടന്നു ശത്രു മുൻപാകെ
യേശുവേ സ്തുതിമാനമേ ശാസ്ത്രു മുൻപാകെ യേശുവേ സ്തുതിമാനമേ ശാസ്ത്രു മുൻപാകെ യേശുവേ സ്തുതിമാനമേ ശാസ്ത്രു മുൻപാകെ യേശുവേ സ്തുതിമാനമേ ശാസ്ത്രു മുൻപാകെ യേശുവേ സ്തുതിമാനമേ ശാസ്ത്രു മുൻപാകെ യേശുവേ സ്തുതിമാനമേ ഓ ശാസ്ത്രു മുൻപാകെ യേശുവേ സ്തുതിമാനമേ ഓ ശാസ്ത്രു മുൻപാകെ യേശുവേ സ്തുതിമാനമേ ശാസ്ത്രു മുൻപാകെ യേശുവേ സ്തുതിമാനമേ യേശു മണാളം ചേർത്തിടമേ മണവാട്ടിയായ നമ്മെ യേശു മണാളം ചേർത്തിടുമേ ശോഭിത 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 മണവാട്ടിയായ നമ്മെ അഭിഷേകത്തോട് അന്യഭാഷകളിൽ പാടി ശക്തിയോട് ശക്തിയോടെ അതരങ്ങളെ തുറന്ന് കരങ്ങളടിച്ച് അഭിഷേകം ജ്വലിപ്പിച്ച് ഈ പകൽ ആരാധിക്കട്ടെ. ശക്തി വെളിപ്പെടട്ടെ, ആത്മനിറവ് വെളിപ്പെടട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ. ഓ രമ 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 രിവാദ വൈദവാദ ദുരാവാദ ദുരാവാദ ദാര 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 രി 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 ദാ 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 രി 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 ബി 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 രി 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 അത്ഭുതം സംഭവിക്കട്ടെ. അയ്യോ പ്രവൃത്തി വെളിപ്പെടട്ടെ.
അങ്ങേക്കെല്ലാം മഹത്വവും കരയിട്ടുന്നു. ദൈവ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവ, താഴ്ചയിൽ ഞങ്ങളെ ഓർത്ത ദൈവ, സകല മഹത്വവും ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നു. അഭിഷേകത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു. സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. പതിനായിരങ്ങളിൽ സുന്ദരന് സാരോനിൻ റോജാവേ, ഓ പതിനായിരങ്ങളിൽ സുന്ദരന് സാരോനിൻ റോജാവേ, അങ്ങ് മാത്രം യോഗ്യൻ, അങ്ങേക്ക് തുല്യനായി അങ്ങ് മാത്രം, അങ്ങേക്ക് തുല്യനായി അങ്ങ് മാത്രം, അങ്ങേക്ക് തുല്യനായി അങ്ങ് മാത്രം. ശാന്തമായി കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. അങ്ങേക്ക് തുല്യനായി അങ്ങ് മാത്രം, അങ്ങേക്ക് തുല്യനായി അങ്ങ് മാത്രം, അങ്ങേക്ക് തുല്യനായി അങ്ങ് മാത്രം. ഒരു നിമിഷം ശാന്തമായി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. നാം പാടി ശത്രുക്കൾ മുൻഭാഗം മേശയൊരുക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ടത്? ഞാൻ സ്തോത്രഗീതം പാടും, വാ പൂട്ടിക്കെട്ടി പാടിക്കത്തില്ലെന്ന് പറയുമ്പോൾ, ശരീരം തളർത്തിക്കളയുന്നു എന്ന് പറയുമ്പോൾ, ക്ഷീണിപ്പിക്കുമെന്ന് പറയുമ്പോൾ വിളിച്ചു പറയണം, ഞാൻ സ്തോത്രഗീതം പാടും. കർത്തൻ ജയം നൽകും. വിശ്വസിപ്പാൻ കഴിയുന്ന എത്ര പേരുണ്ട്? വിശ്വസിച്ചാമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? എനിക്ക് പാടണം, എനിക്ക് ദൈവത്തെ ആരാധിക്കണം, ഞാൻ പാടും.
എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം ചെയ്യും. എൻ്റെ ദൈവത്തിന് ഞാൻ മഹത്വം കരേറ്റും. ഞാൻ ഇനിയും ദൈവത്തെ സ്തുതിക്കും. എൻ്റെ ദൈവത്തിന് എനിക്ക് മഹത്വം കരയേറ്റണം. എഴുന്നേറ്റ് നിൽപ്പാൻ കഴിയുന്നവരത് ആ സ്ഥാനങ്ങളിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഞാൻ സ്തോത്രഗീതം പാടും. ഞാൻ സ്തോത്രഗീതം പാടും. ഞാൻ ദൈവത്തിന്റെ മഹത്വം കരയേറ്റും. ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ? എന്തുകൊണ്ടെന്നാൽ കർത്താവ് ജയം നൽകും. നാം ഇങ്ങനെ പാടിയത് സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകും. അത് വിശ്വസിപ്പാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അത് വിശ്വസിപ്പാൻ കഴിയുന്ന എത്ര പേരുണ്ട്? കർത്താവ് എനിക്ക് ജയം നൽകും. കരമുയർത്തി പറ, ഞാൻ പാടും. കർത്താവ് എനിക്ക് ജയം നൽകും. അതരങ്ങളെ തുറന്നുകൊണ്ട് പറ, കർത്താവ് എനിക്ക് ജയം നൽകും. ശത്രുവിൻ തല തകർത്തവന്, മാത്രയിൽ ജയം നൽകിയവന്, ശത്രുക്കൾ മുൻപാകെ മേശി ഒരുക്കുന്ന ദൈവമേ, അതെ ഞാൻ പാടും, ഞാൻ പാടും, ഞാൻ പാടും. ഒന്ന് സ്തുതികൾ ഉയർത്തട്ടെ. ഓ ജീസസ്, കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഇത് തോൽവിയുടെ ദിനമല്ല, പരാജയത്തിന്റെ ദിനമല്ല. വിളിച്ചു പറഞ്ഞ ഞാൻ സ്തോത്രം പാടും. തകർത്ത് കളയുമെന്ന് പിശാചി മന്ത്രിക്കുമ്പോൾ ഇല്ല ഇല്ല ഇല്ല, ഞാൻ സ്തോത്രഗീതം പാടും, ഞാൻ ജയഗീതം പാടും. വിളിച്ചു പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? കരമുയർത്തി വിളിച്ചു പറ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. നമുക്കൊന്ന് പാടാം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. കരങ്ങൾ ഉയർത്തേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ഒരിക്കൽ കൂടി കരമുയർത്തേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, 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 അങ്ങേക്കു തുല്യനാ അങ്ങു മാത്രം. സ്തോത്രം കൊടുത്തുകൊണ്ട് പറയോ, അങ്ങേക്കു തുല്യനാ പറയോ, അങ്ങു മാത്രം. അങ്ങേക്ക് തുല്യനായി അങ്ങ് മാത്രം, അങ്ങേക്ക് തുല്യനായി അങ്ങ് മാത്രം. അവനൊപ്പം പറയാൻ ആരുമില്ല. അവിടുന്ന് അത്ഭുതവാനാണ്, അവിടുന്ന് അതിശയവാനാണ്, ജയം പ്രവർത്തിക്കുന്ന ദൈവമാണ്. വിശ്വസിച്ചാമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? വിശ്വസിച്ചാമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽ ജയം പ്രഖ്യാപിക്ക്. ശത്രുവിന്റെ തല തകർത്തവൻ, മാത്രയിൽ ജയം തന്നവൻ, ശത്രുക്കൾ മുൻപാകെ മേശ ഒരുക്കിയ ദൈവം, ആ ദൈവത്തിന് കരമുയർത്തി ശക്തിയോടെ മഹത്വം കൊടുക്കാമോ? ഓ ഹല്ലേലൂയ ശക്തിയോടെ, ഹല്ലേലൂയ ശക്തിയോടെ, ഹല്ലേലൂയ ചേർന്ന് ഹല്ലേലൂയ. നിൽക്കുന്ന നിൽപ്പിൽ തന്നെ 44-ാമത്തെ സങ്കീർത്തനവും വാക്യപ്രതിവാക്യമായി പാടുകയും നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും വന്ദനം ചൊല്ലുകയാണ്. ശബ്ദം ആലയത്തിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ അത് കേൾക്കുമ്പോൾ
ഈ ശബ്ദം എവിടെല്ലാം മുഴങ്ങുന്നോ അവിടെയെല്ലാം പ്രയോജനമായി തീരണം. ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് മുഴങ്ങുവാനിടയായി തീരണം. 44-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് അതിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ നിന്ന് ചില കണ്ടന്റ് മാത്രം അടർത്തിയെടുത്ത ഒരു തീമാക്കി ഒരു മെസ്സേജ് ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. തിരുസാന്നിധ്യം ഇവിടെ അനുഭവിക്കുന്നു എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ പകൽ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എല്ലാവരും അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്യാമോ യേശുവിന്റെ നാമത്തിൽ? ഇന്നത്തെ ചിന്ത ഇങ്ങനെയാണ്. 44-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിലൊരു പദം, ദൈവമേ പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഇന്നത്തെ ചിന്ത ഇങ്ങനെയാണ്: പിതാക്കന്മാരുടെ നാളുകളിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ അവരോട് വിവരിച്ചതാ. എന്നോട് ചേർന്നൊന്ന് പറയാമോ? പിതാക്കന്മാരുടെ നാളുകളിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ വിവരിച്ചതാ. 44-ാമത്തെ സങ്കീർത്തനം 3 പിരിവുകളായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രത്തോട് ബന്ധപ്പെട്ട് കാരകപുത്രന്മാർ പ്രമേയമായി പറഞ്ഞപ്പോൾ, അവര് പാടിയപ്പോൾ പറഞ്ഞു, ഒന്ന് പിതാക്കന്മാർ കണ്ടത്, പഴയ നിയമ ഇസ്രായേൽ കണ്ടത്. കരമുയർത്തി എന്നോട് ചേർന്ന് പറയാമോ? ഞങ്ങൾ കണ്ടത്, പിതാക്കന്മാർ കണ്ടത്. 2, ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ഇപ്പോഴത്തെ നിന്ന, അതാണ് 9 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ. അതിന്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, 3-ാമത് ഒടുവിലത്തെ ഏതാണ്ട് 4 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു, ഭാവിയിൽ ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്നത്. അതാണ് അവസാന 4 വാക്യങ്ങളിലെ നിലവിളി എന്ന് പറയുന്നത്. ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നത് ഇത് ആസന്ന ഭാവിയിൽ ആ 4 വാക്യങ്ങളുടെ നിലവിളി സംഭവിക്കും. ഇസ്രായേൽ കുത്യവങ്കലേക്ക് നോക്കും. അതിൻ്റെ ഒരു രേഖപ്പെടുത്തൽ കൂടിയാണ് 44-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യങ്ങൾ. എന്നാൽ എല്ലാം പരാമർശിക്കുന്നില്ല, ഒറ്റ പദം മാത്രം. പിതാക്കന്മാർ, പഴയ നിയമ ഇസ്രായേലിന്റെ പിതാക്കന്മാർ തലമുറകളോട് വിവരിച്ച് പറഞ്ഞത്. അവരെന്താ വിവരിച്ച് പറഞ്ഞത്? അവരെന്താ വിവരിച്ച് പറഞ്ഞതല്ല, 1-ാം വാക്യത്തിൽ തന്നെ ദൈവം ചെയ്ത പ്രവൃത്തി ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. എന്താ വിവരിച്ചത്? ദൈവം ചെയ്ത പ്രവൃത്തി. എല്ലാവരും എന്നോട് ചേർന്ന് പറയാമോ? ദൈവം ചെയ്ത പ്രവൃത്തി ആര് വിവരിച്ചു? ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. എന്താ അവർ വിവരിച്ചത്? പത്രം വായിച്ച കാര്യമല്ല, ന്യൂസ് കണ്ട കാര്യമല്ല, ഇന്നലെ ഉണ്ടായ സംഭവമല്ല, സ്കൂളിലെ വാർത്തയല്ല, മറ്റേതെങ്കിലും വാർത്തയല്ല, സഭയിലെ വാർത്തയല്ല, സഭ ശുശ്രൂഷകനെ കുറിച്ചുള്ള കാര്യമല്ല. വീട്ടിനകത്ത് അവരോട് വിവരിച്ചതാ. നമ്മുടെ വീട്ടിനകത്തെ സംസാരം എന്താണ്? നമ്മുടെ വീട്ടിനകത്തെ വർത്തമാനം എന്താണ്? സ്തോത്രം പറയാമോ? നമ്മുടെ വീട്ടിനകത്തെ വർത്തമാനം സഭയിലെ വാർത്തകളല്ല പറയേണ്ടത്, അല്ലെങ്കിൽ അവരെന്റെ കുറ്റമല്ല പറയേണ്ടത്, മറ്റുള്ളവരുടെ കാര്യങ്ങളല്ല പറയേണ്ടത്. പിതാക്കന്മാരുടെ ദൗത്യം. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് എന്ത് വിവരിച്ചു? ദൈവം ചെയ്ത
പ്രവർത്തികൾ ഞങ്ങളോട് വിവരിച്ചു. അങ്ങനെയാണെങ്കിൽ വീട്ടിനകത്ത് പറയേണ്ടത് എന്ത്? അയ്യോ, എല്ലാവരും ഇവിടെ ഇല്ലേ? എന്നോട് ചേർന്നൊന്ന് പറഞ്ഞ, വീട്ടിനകത്ത് പറയേണ്ടത് എന്താണ്? ദൈവം ചെയ്ത പ്രവർത്തികൾ. വീട്ടിനകത്ത് എന്ത് പറയണം? വീട്ടിനകത്ത് പറയേണ്ടത് ദൈവം ചെയ്ത പ്രവർത്തികൾ. ദൈവം വല്ലതും ചെയ്തോ? ദൈവം നടത്തിയോ? ദൈവം പരിപാലിച്ചോ? ദൈവം സൂക്ഷിച്ചോ? ദൈവം നടത്തിയോ? അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചോ? ഓ, നടത്തിയത് പറയുന്നവർക്കായി സ്തോത്രം. കുഞ്ഞുങ്ങൾ വേണേ പറയും, പപ്പ ഇത് പറയുന്നത് കേട്ട് കേട്ട് ഞങ്ങൾ മടുത്തു. പറയാറില്ലേ? കുഞ്ഞുങ്ങൾ പറയും, ഞങ്ങളുടെ പപ്പ ഇത് പറയുന്നത് കേട്ട് കേട്ട്. ലജ്ജിക്കണ്ട. 40 വർഷം പുറകോട്ട് ചിന്തിച്ചു നോക്ക്, എത്ര ഓർമ്മകൾ നമുക്കുണ്ട്. 40 വർഷം മുൻപ് ചിന്തിച്ചു നോക്കിയാൽ ഓല കെട്ടിയ വീടും ചാണകം മെഴുകിയ തറകളും മെടയടിച്ച വീടും, സ്തോത്രം, വാതിലില്ലാത്ത വീട്. എത്ര പേർക്ക് അനുഭവമുണ്ട്? വാതിൽ ഊരിയാണ് ഇന്ന് നമുക്ക് തേക്കിന്റെ 1 ലക്ഷത്തിന്റെയും 2 ലക്ഷത്തിന്റെയൊക്കെ വീടുണ്ട്. പക്ഷെ 40 കൊല്ലം മുൻപ് ഇളക്കി വെച്ച വീട് ഓർമ്മയുള്ള എത്ര പേരുണ്ട്? ഇളക്കി വെച്ച വീട്, അയ്യോ വീടല്ല, ഇളക്കി വെച്ച വാതിൽ. അതെങ്ങനായിരുന്നറിയാമോ? ഓലക്കീറുകൊണ്ട് കെട്ടിയിട്ട് ഒരു ഓല നടുവേ കീറാതെ അത് മുഴുവനായിട്ട് മെടഞ്ഞ് അതെടുത്ത് അങ്ങോട്ട് വെച്ച് അടച്ചു വെച്ചിരുന്ന വീടുണ്ടായിരുന്നു. ഓർമ്മയുള്ളവർ എന്നോട് ചേർന്നൊരു സ്തോത്രം പറയാമോ? അനുഭവങ്ങളിലൂടെ ദൈവം നടത്തിയിട്ടില്ലേ? വീടോ? അന്നത്തെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതോ? അതിന് ഓലക്കീറ് പോലും വേണ്ട. ഞാൻ അത്രേ പറയുന്നുള്ള ആ ഭാഗം. പിന്നത്തേതിലാണ് ഓല കൊണ്ട് മറച്ചും പടുത കൊണ്ടും മറച്ചും, പക്ഷെ മേളില്ല. കർക്കിടക മാസം വന്നാൽ മുഴുവൻ സമയം എന്ത് ചെയ്യുക? കുളിയ, ഷവറ. മനസ്സിലായവർക്ക് സ്തോത്രം, സ്തോത്രം. മുകളില്ല, മറയില്ല. ഇതുപോലെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമില്ലായിരുന്നോ അപ്പച്ചന്മാരെ? പക്ഷേ ദൈവം ഇന്ന് നടത്തി 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 സാഹചര്യങ്ങളെല്ലാം മാറി. പിതാക്കന്മാരുടെ ദൗത്യം ദൈവം നടത്തിയത്, ദൈവം ചെയ്തത് തലമുറകൾക്ക് കൈമാറണം. അത് പറഞ്ഞു കൊടുക്കണം, അത് ഉപദേശിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ആര് പറഞ്ഞു? ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരെല്ലാം ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച്, ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച്, കൈ ഉയർത്തിപ്പിടിച്ച്. ദൈവം ചെയ്തത് ആരോട് പറയണം? തലമുറയോട് പറയണം, തലമുറയോട് പറയണം. അമ്മ പറയുന്നതിനേക്കാൾ അധികം പറയേണ്ടത് ആര്? ഞാനൊരു ചിന്ത പറയാ. ഇന്ന് വീടുകളിൽ സമയമില്ല. അപ്പനൊരു ഫോൺ, അമ്മയ്ക്കൊരു ഫോണ്, മോക്കൊരു ഫോണ്, മോനൊരു ഫോണ്, കൊച്ചുമക്കും ഫോണ്. എല്ലാവരും ഫോണിനകത്ത് കയറിയിരിക്കുന്നു. എന്നാൽ പിതാവേ, വേറിട്ടൊരു പിതാവായിട്ട് മാറണോ? എല്ലാവരും ഫോണും കൊണ്ടിരുന്നാലോ അതിൻ്റെ കൂടെ ഇരിക്കുന്ന പിതാവാകാതെ വേറിട്ട ശബ്ദമായി കുഞ്ഞുങ്ങളുടെ മധ്യ ചേർന്നിരുന്ന് അവരോട് ദൈവം നടത്തിയ വിധം പറഞ്ഞു കൊടുക്കണം. അതൊന്നും വേണ്ടെന്നല്ല, പക്ഷെ അത് മാത്രമാകരുത്. ദൈവം നടത്തിയത് എന്ത് ചെയ്യണം? പറയണം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? അപ്പൊ പറഞ്ഞു കൊടുത്തോ? അവര് പറയുകയാണ്, പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, അവര് ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്താ പറഞ്ഞത്. വെറുതെ അല്ല പറഞ്ഞ, പിന്നെ ഞങ്ങളോട് വിവരിച്ചു പറഞ്ഞു. അപ്പൊ വെറുതെ പറഞ്ഞു കൊടുത്താൽ മതിയോ? എങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത്? ദൈവം നടത്തിയത് വിവരിച്ചു പറയണം. വിവരിച്ച്. എങ്ങനെ പറയേണ്ടത്? ദൈവം നടത്തിയത്. കുഞ്ഞുങ്ങൾ ഫോൺ വിളിച്ചാൽ കഴിച്ചോ കുടിച്ചോ എല്ലാം ശരിയാ ചോദിച്ചോ, പക്ഷെ ഒരു വാക്ക് ബൈബിള് വായിച്ചോ എന്ന് ചോദിക്കണം. ഒരു വാക്ക് പ്രാർത്ഥനയ്ക്ക് പോയോ എന്ന് ചോദിക്കണം.
നാളുകളിൽ എൻ്റെയും നിങ്ങളുടെയും തലമുറ ഏത് ഉയരത്തിലെത്തിയെന്നല്ല ചോദിക്കാൻ പോകുന്നത്, അവരെവിടെ എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത്. സ്തോത്രം. വിവരിച്ച് പറയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അത് വിവരിച്ച് പറയുക മാത്രമല്ല, അടുത്ത പദത്തിൽ പറഞ്ഞിരിക്കുന്നു, മക്കൾ എന്ത് ചെയ്തു? അത് ചെവി കൊണ്ട് കേട്ടു. പിന്നെ മതി, ഞങ്ങൾ ചെവി കൊണ്ട് അത് കേട്ടു. അപ്പൊ പറഞ്ഞു കൊടുത്തതിൻ്റെ ഉറപ്പ് പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇന്നു മുതലെങ്കിലും സാഹചര്യങ്ങളൊന്നും മാറിയിട്ട് വീട്ടിലെ സംസാരം എന്താകണം? ഞാൻ താഴ്മയോടെ പറയുകയാണ്, ഒരൊറ്റ വീട്ടിലിരുന്നൊരു പാസ്റ്ററിന്റെ കുറ്റം പറയരുത്, ആ വീടിന് നന്നല്ല. ഒറ്റ വീട്ടിലിരുന്ന് ഒരു വിശ്വാസിയുടെ കുറ്റം പറയരുത്, ആ വീടിന് നന്നല്ല, തലമുറയ്ക്ക് നന്നല്ല. ഒരൊറ്റ വീട്ടിലിരുന്ന് അപരൻ്റെ കുറ്റം പറയരുത്, ആ വീടിന് നന്നല്ല, ആ തലമുറയ്ക്ക് നന്നല്ല. ഒരൊറ്റ വീട്ടിലിരുന്ന് നമ്മെ സംബന്ധിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം പാഴാക്കി കളയരുത്, അത് നമുക്ക് നന്നല്ല, കുഞ്ഞുങ്ങൾക്ക് നന്നല്ല. പിന്നെയോ വിവരിക്കണം, തലമുറയോട് വിവരിക്കണം. വിവരിച്ചു പറയേണ്ടത് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ. എന്നോട് യോജിക്കുന്നെങ്കിൽ ഒരു കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സാഹചര്യങ്ങൾ മാറട്ടെ, ചിന്തകൾ മാറട്ടെ, വീട്ടിനകത്ത് സംസാരം വർദ്ധിക്കട്ടെ, കമ്മ്യൂണിക്കേഷൻ വർദ്ധിക്കട്ടെ, ശവക്കോട്ടയുടെ അനുഭവങ്ങൾ മാറട്ടെ. ആരും സംസാരിക്കാത്ത എന്താ ഒരിടമായി എവിടെ? സെമിത്തേരി. പല വീടുകളും എന്താ, അപ്പനും അമ്മയും തമ്മിൽ വലിയ സംസാരമൊന്നും ഇല്ല, അപ്പനും മക്കളും വലിയ സംസാരമൊന്നും ഇല്ല, വീട്ടിനകത്ത് വലിയ സംസാരമൊന്നും ഇല്ല. പിന്നെ ആകെ എന്തോ ചൂടാ, വീട്ടിനകത്ത് ഏക സംസാരം എന്ന് പറഞ്ഞേച്ചാ ഉടുപ്പ് ഊരിയേച്ച് പിതാവ് എന്തി കറക്കി വീശു. ഇത് മാത്രം വീട്ടിൽ സംസാരിക്കുന്നത് ഇല്ല. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. മനോഭാവങ്ങൾ മാറട്ടെ, മനോഭാവങ്ങൾ മാറട്ടെ, മാറ്റങ്ങൾ വീട്ടിനകത്ത് വരട്ടെ. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ വചനം പറഞ്ഞു തുടങ്ങണം, ദൈവം ചെയ്ത പ്രവർത്തികൾ പറഞ്ഞു തുടങ്ങണം. എന്നോട് യോജിക്കുന്നെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച്. ഇവിടെ ഇവര് പറയുകയാണ്, വെറുതെ അല്ല പറഞ്ഞത്, പിന്നെ വിവരിച്ചു പറഞ്ഞു. ഞങ്ങളത് എത്ര കുഞ്ഞുങ്ങൾക്ക് പറയാൻ കഴിയും? എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു തന്നത് എനിക്ക് ഉറപ്പുണ്ടെന്ന്. അങ്ങനെ പറയാൻ കഴിയുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താമോ? എൻ്റെ അപ്പനും അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാനത് ചെവി കൊണ്ട് കേട്ടിരിക്കുന്നുവെന്ന് പറയാൻ കഴിയുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്? പറഞ്ഞു തന്നിട്ടുണ്ടോ? പറഞ്ഞു തന്നിട്ടുണ്ടോ? വചനം പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ടോ? പറഞ്ഞു തന്നിട്ടുണ്ടോ? വീട്ടിൽ വചനം പറഞ്ഞു തരാറുണ്ടോന്ന്? സംസാരിക്കാറുണ്ടോ ദൈവം ചെയ്ത ഉപകാരങ്ങൾ? പോയ വഴിക്കൊരു ആക്സിഡന്റ് ഉണ്ടാകാമായിരുന്നു, പക്ഷെ കർത്താവ് സൂക്ഷിച്ചു പറയാറുണ്ടോ? വിവരിച്ചു പറയണം, വിവരിച്ചു പറയണം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ആവർത്തന പുസ്തകന്റെ 6-ാം അധ്യായം 20-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം. ദൈവമായ യഹോവ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മകനോട് നീ പറയണം. നാളെ മക്കൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, വിവരിച്ചു പറഞ്ഞു കൊടുക്കണം. എങ്ങനെ പറയണം? വിവരിക്കണം, വിവരിച്ചു പറഞ്ഞു കൊടുക്കണം. അടുത്തത് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഞങ്ങൾ മിസ്രയീമിൽ ഫറവോന്റെ അടിമകളായിരുന്നു.
യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന്, അത് തന്നെയാണ് 44-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത്. അവര് പറഞ്ഞു കൊടുത്ത എന്താണെന്നറിയാമോ? നീ ജാതികളെ നീക്കി ഞങ്ങളെ നട്ടു എന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നിന്ന് ദൈവം ഈ തോട്ടത്തിലാക്കി. നമുക്കറിയോ, പെറുക്കിക്കളഞ്ഞ കല്ലുകൾ പെറുക്കിക്കളഞ്ഞ് ദൈവം തോട്ടമുണ്ടാക്കി. യെശയ്യാവ് 5-ൽ കണ്ടു, എന്നെയും നിങ്ങളെയും തോട്ടത്തിലാക്കി. അപ്പോൾ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ മക്കൾ ചോദിച്ചാൽ എന്താ പറയേണ്ടത്? നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ? അവരുടെ ചെവിയിൽ പറഞ്ഞതെന്ത്? ഞങ്ങൾ മിസ്രയീമിൽ അടിമകളായിരുന്നു. അതാരോട് പറയണം? കുഞ്ഞുങ്ങളോട് പറയണം. നമുക്ക് പറയേണ്ട ഇതാണ്, ഞാൻ പാപിയായിരുന്നു, കർത്താവ് എന്നെ കൊണ്ടുവന്നു. ആമേ. അനേക കല്ലുകളെ പെറുക്കി മാറ്റിയിട്ട്, അർഹതയുള്ളതിനെ പെറുക്കി കളഞ്ഞിട്ട് എന്നെ ഒരു നല്ല തൈയാക്കി ദൈവത്തിന്റെ തോട്ടത്തിൽ നട്ടതാ കുഞ്ഞേ. അത് നാം പറഞ്ഞുകൊണ്ടിരിക്കണം. ഹലോ, അത് പറഞ്ഞോണ്ട് ഇത് എപ്പോഴൊക്കെ പറയണമെന്നറിയാമോ? എപ്പോഴൊക്കെ പറയണമെന്നറിയാമോ? അതിൻ്റെ 6-ാം അധ്യായത്തിലെ തന്നെ, അതിൻ്റെ 6-ാം അധ്യായത്തിലെ തന്നെ 7-ാമത്തെ വാക്യം. ശ്രദ്ധിക്കണം. വീട്ടിൽ ശ്രദ്ധിച്ച് ഇരിക്കുമ്പോ എന്ത് ചെയ്യണം? വീട്ടിലിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ദൈവകാര്യങ്ങൾ വീട്ടിൽ പറയണം. സ്തോത്രം പറയാമോ? നിന്റെ വീടിന്റെ അവസ്ഥ മാറാൻ പോവുക. വീട്ടിലിരിക്കുമ്പം ദൈവകാര്യം. അടുത്തത്, വഴി നടക്കുമ്പോൾ, മക്കളുമായി ചേർന്ന് പോകുമ്പോൾ പറയേണ്ട എന്ത്? ദൈവം നടത്തിയ വിധങ്ങൾ. അടുത്തത്, കിടക്കുമ്പോൾ പറയേണ്ടത് ദൈവത്തിന്റെ വചനങ്ങൾ. അടുത്തത്, ഉറങ്ങി എഴുന്നേക്കുമ്പോഴും എന്തോ ഇതാണ്. അപ്പൊ 4 കാര്യം അവിടെ പറയുന്നു. ദൈവം ചെയ്ത് വിവരിച്ച് പറയേണ്ട ഘട്ടങ്ങൾ. ഇതിലേതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ പറയാറുണ്ടോ? വീട്ടിൽ ഇരിക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ എന്തോ പറയണം? ദൈവം നടത്തിയതിനെ കുറിച്ച് പറയണം. അല്ലാതെ എഴുന്നേറ്റ ഉടനെ അത് വിധം തപ്പരുത്, കമന്റ് ഇടാൻ പോകരുത്, മറ്റ് മാധ്യമങ്ങൾ തപ്പരുത്. ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് വേണം ആമേ അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ. അത് തലമുറകളോട് വിവരിച്ച് പറയുക. കാലത്തും വൈകിട്ടും പ്രാർത്ഥനകൾ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. നമ്മുടെ വീടിൻ്റെ ഐശ്വര്യവും അലങ്കാരവും 2 നേരത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുള്ള കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതുള്ള വീടുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചില വീടുകളിൽ ചെന്നാൽ ഞാൻ ഇങ്ങനെ ഒന്ന് പരതി നോക്കും, അവിടെ കാണും പാകിടപ്പുണ്ടോന്ന്. എനിക്കപ്പം മനസ്സിലാകും കുടുംബ പ്രാർത്ഥനയുള്ള വീടാണെന്ന്. കുടുംബ പ്രാർത്ഥനയുള്ള വീട്ടിൽ എന്ത് കാണും? ഏതെങ്കിലും മൂലയ്ക്ക് കാണും. ഞാനിതൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. ഏതെങ്കിലും മൂലയ്ക്കൊരെണ്ണം കാണും. അതിൻ്റെ അർത്ഥം അവിടെ കുടുംബ പ്രാർത്ഥന ഉണ്ട്. കാലത്തും വൈകിട്ടും. ഞാൻ ആ ഭാഗം അങ്ങനെ അവസാനിപ്പിക്കുന്നു. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണമേ. നീ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നറിയാമോ? 1, ദൈവിക രക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, വിവരിച്ച് പറഞ്ഞു കൊടുക്കണം. ഞാൻ പഴയ നിയമത്തിൽ തന്നെ തെളിയിച്ച് പറയാം. പുറപ്പാട് പുസ്തകത്തിലെ 12-ാമത്തെ അധ്യായം, അതിൻ്റെ 25, 26, 27 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം, എക്സഡസ് ചാപ്റ്റർ 12 verses 25, 26, 27. ദേശത്ത് കർമ്മം ആചരിക്കണം. ഈ കർമ്മം എന്തെന്ന് മക്കൾ ചോദിക്കും. മക്കൾ ചോദിച്ചാൽ നിങ്ങളുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ
പെസഹയാകുന്നു. 23-ാമത്തെ വാക്യം, നിങ്ങളുടെ വീടുകളെ രക്ഷിച്ചത് എന്താണ്? കടന്നു വരും കട്ടളപ്പടിമേലും കുറുമ്പടിമേൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ വാതിലൊഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കയില്ല. രക്ഷിക്കപ്പെട്ട ദൈവവൈതലിനോടുള്ള ദൂത്, രക്ഷിക്കപ്പെട്ട ദൈവവൈതലിനോടുള്ള ദൂത്, നീ രക്ഷിക്കപ്പെട്ടവനാണോ? ആമേ. സംഹാരകൻ അടുത്തുകൂടാതെ വണ്ണം ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന്, നിയമരക്തത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് നീ ആരോട് പറഞ്ഞു കൊടുക്കണോ? അയ്യോ, പലരും പല ബിസിനസ്സാണോ? സ്തോത്രം. വളരെ ചങ്കുപൊട്ടി പറയുകയാണൊരു ദൂത്. നമ്മുടെ കുടുംബത്തിന് രക്ഷ വരുന്ന ദൂതാ പറയുന്നത്. മറ്റു പല ബിസിനസ്സിൽ ഏർപ്പെടരുതേ, അത് തെറ്റാണേ. എൻ്റെ വീടിൽ നിന്ന് രക്ഷ വരികയാണ്. ഒന്ന് വീട്ടിനകത്ത് പറയണം, യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയണം, യേശുവിലൂടെ രക്ഷയെക്കുറിച്ച് പറയണം. ഇവിടെ പറയുന്ന മക്കളോട് പറയേണ്ടി എന്താണെന്നറിയാമോ? ഇത് പെസഹയാണ്. നമ്മുടെ വീടുകളെ കർത്താവ് രക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളെ രക്ഷിച്ചത് എന്താണെന്ന വീട്ടിൽ പറയേണ്ടത്. ഹലോ, എന്താ പറയേണ്ടത്? പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നമ്മെ രക്ഷിച്ചിരിക്കുന്നത്, പിന്നെയോ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് എന്നെയും നിങ്ങളെയും രക്ഷിച്ചുവെന്ന് വീട്ടിനകത്ത് വിവരിച്ചു പറയുന്ന പിതാക്കന്മാർക്കായി സ്തോത്രം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം, ഇത് പറയണം. യേശുവാണ് രക്ഷകൻ. യേശുവിന്റെ രക്തത്താലാണ് ജയം. യേശുവിന്റെ രക്തത്താലാണ് ജയം. പുറപ്പാടിൽ 12:23 ഇങ്ങനെ പറഞ്ഞത്, രക്തമടയാളമുള്ളിടത്ത് സംഹാരകൻ ദണ്ഡിപ്പിച്ചില്ല. ഇന്ന് പകലും രക്തമടയാളമിട്ടോ. സംഹാരകന്റെ പദ്ധതികൾ അഴിഞ്ഞു പോകും, സംഹാരകന്റെ പോരുകൾ അഴിഞ്ഞു പോകും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാമോ? നിന്റെ വീട്ടിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. വീട്ടിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. വീട്ടിനകത്ത് ദൈവത്തിന്റെ കൃപയാവരിക്കും. അധിക ജഗര ചുടപരകലകടകസിയ സംഹാരകന്റെ ശകടികൾ ഒഴിഞ്ഞു പോകും. രക്തത്താലുള്ള ജയം പ്രഖ്യാപിക്ക്. വിളിച്ചു പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവവൈതല, രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടത്, രക്തത്താൽ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള കൂടാരങ്ങളെയാണ് സംഹാരകൻ ഒഴിഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ള കൂടാരങ്ങളിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള കൂടാരങ്ങളിലാണ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഒന്ന്, ദൈവിക രക്ഷയെക്കുറിച്ച് വിവരിച്ച് പറയണം. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? നമ്മുടെ കുടുംബങ്ങളിൽ ചിലപ്പോൾ മറ്റാരും വീട്ടിലില്ലേലും ഭാര്യയും ഭർത്താവും ഉള്ളേലും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണം, കൊച്ചേ നമ്മളെ രക്ഷിച്ച എന്താ? എന്തിനാ മറ്റുള്ള കാര്യം പറയുന്നേ? എന്താ കൊച്ചെന്ന് വിളിച്ച ഭാര്യയെ വിളിക്കുന്ന കാര്യമാണ് പറഞ്ഞ്, അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാനിരുന്ന ഒരു സഭയിലുണ്ടായിരുന്നു, ഒരച്ചായനുണ്ടായിരുന്നു, ഒന്നും പിടി കിട്ടത്തില്ല, സു എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. സു. അപ്പൊ അമ്മാമ്മയുടെ പേര് സൂസമ്മ എന്നായിരുന്നു. അമ്മാമ്മയുടെ പേര് സൂസമ്മ എന്നായിരുന്നു. അപ്പൊ അച്ഛൻ എപ്പോൾ വിളിക്കുക സൂവെ എന്നാ വിളിച്ചോ. നല്ല കാര്യമാണ്. നല്ല സ്നേഹത്തിൽ കഴിയുന്ന ഒരു ഫാമിലിയാണ് സു. ചുരുക്കി അങ്ങ് അതിനകത്ത് ഒത്തിരി സു നല്ലൊരു ആശയമുള്ളൊരു പദവുമാണ്. അതുകൊണ്ട് വീട്ടിൽ ഭാര്യയെ കൊച്ചയെന്നോ എന്താ മോളെന്നോ ഒന്നും വിളിക്കുന്നതിന് തെറ്റൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി എന്താണെന്നറിയാമോ? വേറെ അധിക കാര്യമൊന്നും പറയണ്ട. പിന്നെ എന്താ പറയേണ്ടത്? കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വിലയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പറയണം. അപ്പൊ സംഹാരകൻ എന്ത് ചെയ്യും? ഒഴിഞ്ഞു മാറും. ഇടയ്ക്കിടയ്ക്ക് രക്തം തളിച്ച് പ്രാർത്ഥിക്കണം. വിശ്വാസത്താൽ ജയം കൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവപ്രവൃത്തി കൽപ്പിച്ച് പ്രാർത്ഥിക്കണം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ജയം. വീടിനകത്തു നിന്ന് സംഹാരകന്റെ ശക്തികൾ, പൈശാചികന്റെ പോരുകൾ ഒഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അപ്പൊ പറയണം. മറ്റൊരു ദൂത് ഞാൻ പറയുകയാണ്. ആരാധനയുടെ മഹത്വം പറയണം. ഞാനൊരു ദൂത് വരെ യോശുവയുടെ പുസ്തകം എന്നെടുത്തേ, 4-ാമത്തെ അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. യോശുവയുടെ പുസ്തകം 4-6-7 വാക്യങ്ങൾ പെട്ടെന്ന് പറയാം. വായിച്ചേ. ഒരടയാളമായിരിക്കണം. ഈ കല്ലെന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ
യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപെട്ടകത്തിന് മുമ്പിൽ രണ്ടായി പിരിഞ്ഞ നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞത് കൊണ്ട് ഈ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ഒരു ജ്ഞാപകമായിരിക്കണം. ഞാൻ ഇങ്ങനെ ചേർത്ത് പറയാ, അടയാളത്തിന്റെ കല്ല്, ജ്ഞാപകത്തിന്റെ കല്ല്, ആരാധന നടത്തുന്ന കല്ല്, ദൈവിക വിടുതലിന്റെ അടയാളം, ആരാധനയിലൂടെ ഉണ്ടായ വിടുതലിനെ കുറിച്ച്, വെള്ളം വറ്റിച്ചതിനെ കുറിച്ച്, അത്ഭുതത്തെ കുറിച്ച് വീട്ടിനകത്ത് വിവരിച്ച് പറയണം. ഹലോ, വിവരിച്ച് പറയേണ്ടി എന്താണ്? വിവരിച്ച് പറയേണ്ടി എന്താണ്? ദൈവം ചെയ്ത വിവരങ്ങൾ അത് കല്ലായിട്ട് നാട്ടി പറയണം. യോർദാനിൽ കല്ല് നാട്ടിയിരിക്കുന്നു. അതിപ്പം വിളിച്ചു പറയുകയാണ്, ഇതെന്തോത്തിന്റെ അടയാളമാ? ഇതാര് ചോദിക്കും? നാളെ ഈ കല്ല് എന്താണെന്ന് ആര് ചോദിക്കും? ഹലോ, ആര് ചോദിക്കും? മക്കള് അറിയത്തില്ല. അങ്ങനല്ല കുഞ്ഞേ, ഇത് വിടുതലിന്റെ ജ്ഞാപകമാ. ഇത് ഞങ്ങൾക്ക് മുൻപോട്ട് കടന്നു പോകാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം യോർദാനെ വറ്റിച്ചു. യോർദാനിൽ 12 കല്ല് നാട്ടി, യോർദാനിൽ ആരാധന ഉയർത്തി. ഗോത്രപിതാക്കന്മാരെ സംഖ്യക്കൊത്തവണ്ണം കല്ലുകൾ നാട്ടിയെങ്കിൽ അത് ജ്ഞാപകമാണെന്ന്, അത് അടയാളമാണെന്ന്. അങ്ങനെയാണെങ്കിൽ മക്കളോട് വിവരിച്ചു പറയേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? പറ മക്കളോട് വിവരിച്ചു പറയേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? ആരാധനയുടെ മഹത്വം, ദൈവിക വിടുതലിന്റെ മഹത്വം. ആരാധന, യാഗപീഠത്തിന്റെ കാര്യം വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി എന്താണെന്നറിയാമോ? മക്കളോട് ചോദിക്കേണ്ടത്, കുഞ്ഞെ നീ ആരാധനയ്ക്ക് പോയോ? ചോദിച്ചോണ്. അവര് പോകുന്നില്ലേ? പോകുന്നില്ലെങ്കിൽ പോകണ്ട. പക്ഷെ ചോദിക്കേണ്ട കടമ ആരുടെയാ? യു ഷുഡ് ആസ്ക് യുവർ ചിൽഡ്രൻ. വേറൊന്നും ചോദിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് പറയണം, കുഞ്ഞെ നീ ആരാ? രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ്. നീ യോർദാൻ കടന്നതാണ്, വിച്ച് മീൻസ് സ്നാനപ്പെട്ടതാണ്. നീ യോർദാൻ കടന്നതാണ്, സ്നാനപ്പെട്ടതാണ്. നീ ദൈവവൈതലാണ്, നീ ആരാധിക്കുന്ന ദൈവവൈതലാണ്, ജ്ഞാപകത്തിന്റെ കല്ലെടുത്ത് നാട്ടിയ ദൈവത്തിന്റെ പൈതലാണ്. മറ്റൊന്ന് ഞാൻ പറഞ്ഞു തരാം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് പറയണം, ദൈവം നടത്തിയതിനെ കുറിച്ച് പറയണം. ആ പുറപ്പാട് പുസ്തകം 16-ാമത്തെ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. പുറപ്പാട് പുസ്തകം 16-ാമത്തെ 33-ാമത്തെ വാക്യം. ആ ആ ആ ആ ആ ഒരിടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുൻപാകെ. ഇതെന്തിനായിരുന്നെന്നറിയാമോ? ഇസ്രായേൽ മക്കളോട് സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞു. മന്നായിട്ട പൊൻപാത്രം മന്നായെടുത്ത് ഒരിടങ്ങഴിയെടുത്ത് അടച്ചു വെക്കാൻ പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് ദൈവം അപ്പം വർഷിപ്പിച്ചെന്ന് പറയോ. അത് പിതാക്കന്മാർ വിവരിച്ചു പറയാൻ അടയാളമായിട്ട് വെച്ചു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത് വീട്ടിനകത്ത് പറഞ്ഞു കൊടുക്കേണ്ടി എന്താണെന്നറിയാമോ? ദൈവമാ നടത്തിയത്, ദൈവമാ ആഹാരം തന്നത്, ദൈവമാ ഭക്ഷിക്കാൻ തന്നത്. ഇത് പറഞ്ഞു കൊടുക്കുന്ന എത്ര പിതാക്കന്മാരുണ്ട്? നിന്റെ മിടുക്കല്ലെന്ന് പറയണോ? എൻ്റെ മിടുക്കല്ലെന്ന്. എൻ്റെ ജോലി കൊണ്ടാണോ? അച്ഛാ, ജോലിയൊക്കെ അല്പനേരത്തേക്കേ ഉള്ളൂ. ജോലി പോകാൻ അധികം നേരം വേണ്ടാന്ന്, സമ്പത്ത് പോകാൻ അധികം നേരം വേണ്ട, ആരോഗ്യം പോകാൻ അധികം നേരം വേണ്ട, വീട്ടിനകത്തൊരു കസേര നിത്യമായിട്ടിട അധികം നേരം വേണ്ട. പക്ഷേ ദൈവം അനിർത്തിയെന്ന് പറയണം, ദൈവം അത്ഭുതം ചെയ്തതെന്ന് പറയണം, ദൈവമാണ് എന്നെ കൊണ്ടുവന്നതെന്ന് പറയണം. അയ്യോ, ഞാൻ തെളിവ് സഹിതമല്ലേ പറയുന്നത്. വല്ലോം തന്നെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നന്ദി. അതിൻ്റെ അടയാളമായിരുന്നു മന്ന ഇട്ട് വെച്ച സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞു. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ദൈവമാണ് ചെയ്തത്, ദൈവമാണ് അത്ഭുതം ചെയ്തത്. ആകാശത്തു നിന്ന് അതെ അപ്പം വർഷിപ്പിച്ചു തന്നെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? പോരാ പോരാ പോരാ. ദൈവം ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിച്ചു തരുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ചെയ്യുമെന്ന്. നിങ്ങൾ വിശ്വസിക്കത്തില്ല. എൻ്റെ ജീവിതത്തിലൊരു അത്ഭുതം, ഒത്തിരി എല്ലാം അത്ഭുതം കേട്ടോ, ഞാനിവിടെ നിൽക്കുന്നത് അത്ഭുതമാണ്. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ടെലിഫോണിനകത്ത് പൈസ ഇല്ല, ചാർജ് ചെയ്യാൻ മാർഗമില്ല, കയ്യിൽ പൈസ ഇല്ല. എൻ്റെ ഭാര്യയും മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. എൻ്റെ ഫോണിനകത്തൊരു മെസ്സേജ് വന്നു, അടുത്ത 3 മാസത്തേക്കുള്ള റീചാർജ് ചെയ്തിരിക്കുന്നു.
നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഇത് കേൾക്കുന്ന ആരും വിശ്വസിക്കത്തില്ല. പക്ഷെ എൻ്റെ ഫോണിനകത്ത് വന്ന മെസ്സേജാണ്. 3 മാസത്തേക്ക് എനിക്ക് അന്നേരം എൻ്റെ കയ്യിൽ പൈസ ഇല്ല റീചാർജ് ചെയ്യുക. പക്ഷെ എൻ്റെ ഫോണിനകത്ത് മെസ്സേജ് വന്നിരിക്കുന്നു, അടുത്ത 3 മാസത്തേക്കുള്ള റീചാർജ് ചെയ്തിരിക്കുന്നു. ആളിനെ എവിടെ അന്വേഷിക്കാം? ഈ 3 മാസവും കഴിഞ്ഞപ്പോൾ പിന്നീട് ബഹറിൽ നിന്നൊരു സഹോദരനോട് പറഞ്ഞു, പാസ്റ്ററിൻ്റെ ഫോണിൽ ഞാനൊരു റീചാർജ് ചെയ്തിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് എപ്പോഴോ എന്നെ വിളിച്ചപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ ചെയ്തിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചെന്നറിയാമോ? എൻ്റെ ഫോണിനകത്ത് പൈസ ഇല്ലെന്നറിഞ്ഞപ്പോൾ ആരും അറിയാതെ ഒരു സഹോദരൻ, ആരോടും പറയാതെ ഒരു സഹോദരൻ ഇത് ചെയ്തു തന്നെങ്കിൽ എൻ്റെ ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് ഇത് വിളിച്ചു പറയുന്നത്, അതുകൊണ്ട് ഇത് ശക്തിയുക്തം പറയുന്നത്. അത്ഭുതം കണ്ടവര് പറയും. സ്വർഗത്തിൽ നിന്ന് അപ്പം വർഷിപ്പിച്ച് ഇസ്രായേൽ മക്കൾ കണ്ടെങ്കിൽ ജ്ഞാപകമായിട്ട് സൂക്ഷിപ്പ. അടയാളമിടാൻ പറഞ്ഞെങ്കിൽ അനുഭവമുള്ളവരെ കരമുയർത്തി സ്തോത്രം പറയാമോ? സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നിട്ടുണ്ട്. അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. ഇല്ലായ്മകളുടെ നടുവിൽ, എൻ്റെ ശൂന്യതയുടെ നടുവിൽ ദൈവം അത്ഭുതം ചെയ്തെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഉടവല ഹടകല വിശ്വസിക്കുന്നവരെ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഓ റീബ ലഗട ദൈവത്തിന് മഹത്വം കരേറ്റുവാനായിട്ട് കഴിയുമോ? ഞാനൊരു ചിന്തയുടെ പറയാൻ പോവുകയാണ്. വിവരിച്ചു പറയണം. ഞാൻ കുറെ ചിന്തകൾ നോട്ട് ചെയ്തെങ്കിലും വൈൻഡപ്പ് ചെയ്യാൻ ബന്ധപ്പെടുകയാണ്. ഹലോ, ഇതുവരെയുള്ള സന്ദേശത്തിൽ ജീവിത അനുഭവങ്ങളുടെ പുറകിലേക്ക് തിരിഞ്ഞ് ഒരു സമർപ്പണത്തിന് തയ്യാറായ എത്ര പേരുണ്ട്? ഞാൻ ഒരു തെളിവൂടെ പറയാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ് വിവരിച്ച് പറയണമെന്ന് നിങ്ങൾക്കൊരു ഹോംവർക്ക് തരുന്നു. ഞാനത് പറഞ്ഞു പോകാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെ എഴുതിയെടുക്കുന്നവർ കുറിച്ചെടുത്തു കൊള്ളുക. വായിക്കാൻ സമയമില്ല. യോവേൽ പ്രവചനം 1-ാം അധ്യായം 1 മുതൽ 3 വരെ. അവരുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി, അവരുടെ ജീവിതത്തിലുണ്ടായ കഷ്ടത, തുള്ളൻ തിന്നു, വെട്ടൽ തിന്നു, പച്ചപ്പുഴ തിന്നു, സകലം ഇല്ലായ്മ വന്നു. ഇല്ലായ്മയുടെ ഒരു കാലം, ശൂന്യതയുടെ ഒരു കാലം, കഷ്ടതയുടെ ഒരു കാലം. ആമേൻ. വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 1-2 വാക്യത്തിലേക്ക് വരുമ്പോൾ യോവേൽ പ്രവചനം 2-ാമത്തെ മൂപ്പന്മാരെ കേൾപ്പിൻ, ദേശത്തിലെ സകല നിവാസികളെ ചെവിക്കൊള്ളു. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അടുത്ത വാക്യം, ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും എന്ത് ചെയ്യണം? ജീവിതത്തിലെ ശൂന്യതയുടെ കാലത്തെ മറക്കരുത്. അതാരോട് പറയണം? ഇനി മക്കൾ പിറങ്ങരുത്. അപ്പനും അമ്മയും വീട്ടിൽ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ, നടത്തിയത് പറഞ്ഞാൽ പപ്പായ്ക്ക് ഇതേ പറയാനുള്ളൂ എന്ന് ചോദിക്കരുത്. വചനം പറയുന്നു, അയ്യോ ഞങ്ങൾക്കൊന്നുമില്ലായ്മയുടെ കാലം, തുള്ളൻ തിന്ന കാലം, വെട്ടുക്കിളി നശിപ്പിച്ച കാലം, അതൊന്നും കേട്ടിട്ടില്ലാത്ത കാലം, നാട്ടുനടപ്പില്ലാത്ത രീതിയിൽ കഷ്ടതയും ശോധനയും അനുഭവിച്ച കാലം. വചനം പറയുന്നു, നീ ഇതാരോട് പറയണം? മക്കളോട് പറയണം. അവരെന്ത് ചെയ്യണം? അവരുടെ മക്കളോട് പറയണം. അവരെന്ത് ചെയ്യണം? അവരുടെ മക്കളോട് പറയണം. അവരെന്ത് ചെയ്യണം? പറയുമോ? അതുകൊണ്ടാ വിളിച്ചു പറയുന്നത് കേട്ടോ. അതുകൊണ്ടാ വിളിച്ചു പറയുന്നത്. ജീവിത അനുഭവങ്ങളാണ് പച്ച മനുഷ്യനെ പോലെ നിന്ന് പറയുന്നത്. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ എന്ന് പറഞ്ഞ കഷ്ടതയുടെ കാര്യങ്ങൾ ആരോട് പറയണം? അല്ല, അത് വായിപ്പിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നറിയാം? ജോയൽ 1:3 മക്കളോട് അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോട് എങ്ങനെ പറയണം? You have to explain it. ആമേൻ. ഓടിച്ചല്ല പറയേണ്ട, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ആരോട് പറയണം? ആരോട് പറയണം? മക്കളോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്ന്. കരമുയർത്താമോ? ദൈവത്തെ സ്തുതിക്കാമോ? എത്ര പേര് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാറുണ്ട്? വീട്ടിനകത്ത് വിവരിച്ച് പറയുന്ന എത്ര പേരുണ്ട്? പ്രായമുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. അനേക അനുഭവങ്ങൾ ഓർമ്മയുള്ളവരുണ്ട്. വിവരിച്ച് പറയാറുണ്ടോ? തലമുറകൾക്ക് കൈമാറുവാനുള്ളത് പിതാക്കന്മാര് അവരുടെ ചെവിയിൽ കേൾക്കേണ്ടത്, കണ്ണുകൊണ്ട് കാണേണ്ടത് ദൈവം നടത്തിയ അത്ഭുതങ്ങളാണെങ്കിൽ ദൈവം നടത്തിയത് പറയണം. അവരെ നല്ലത് പഠിപ്പിക്കേണ്ട ദൗത്യം ആരുടെയാണെന്നറിയാമോ? പിതാക്കന്മാരുടെയാണ് നല്ലത് പഠിപ്പിക്കേണ്ടത്. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. പലരും ഇന്ന് വന്നിട്ടില്ല. ഞാനൊരു ചിന്തയാ പറയുന്നത് കേട്ടോ. നമ്മളെല്ലാം സ്തോത്രാഴ്ച ഇടാറില്ലേ? ഉണ്ടല്ലോ. എത്ര രൂപ ഇടുന്നേ? 10 രൂപ. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല.
അത് മതി. 1 രൂപ ഇടാനുള്ളെങ്കിൽ 1 ഇടാവുള്ളൂ. പക്ഷെ ഒരു ചിന്ത ഞാൻ പറയുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ 10 രൂപ കൊടുത്ത് വിടരുത്. കാരണം എന്താണെന്നറിയാമോ? ഇനി വേറെ വ്യാഖ്യാനം ഒന്നും പറയരുത്. മാതാപിതാക്കൾ എത്ര ഇടാവുള്ളൂ? 1 രൂപ ഇട്ടാൽ മതി. പക്ഷെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ 10 രൂപ കൊടുത്ത് വിട്ടാൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന എന്താണെന്നറിയാമോ? ദൈവത്തിന് കൊടുക്കേണ്ട എത്രയാണ്? ഏറ്റവും ചെറിയത്. ആരുടെ മനസ്സിൽ അത് വന്നു? അവൻ അവരുടെ മക്കൾക്ക് എന്താ ചെയ്യത്തുള്ളൂ? ജീവിതകാലം മുഴുവൻ 10 കൊടുക്കത്തുള്ളൂ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ, വേറെ ഒന്നും വ്യാഖ്യാനിക്കരുതേ. ഞാനൊരു കാര്യം പറയാം. കഴിയുമെങ്കിൽ ഒരു നല്ല നോട്ട്, 2ാമത്തെ നോട്ടല്ലേ 20, ഇന്നുള്ളതിൽ ഒരു നല്ല 20 രൂപ കുഞ്ഞുങ്ങളുടെ കൊടുത്തു വിടണം. നിങ്ങൾ എന്നിട്ട് 1 രൂപ ഇട്ടാൽ മതി. ആരും കാണണ്ട, ഒരു പ്രശ്നമില്ല. പക്ഷേ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യണം? നല്ല ശീലങ്ങൾ. പിണക്കില്ലെങ്കിൽ ഒരു സ്തോത്രം പറയാമോ? പിണക്കില്ലെങ്കിൽ ഒരു സ്തോത്രം പറയാമോ? അവർ കാണണം, അവരുടെ മനസ്സിൽ വരണം ദൈവത്തിന് ചെയ്യുന്ന എന്തായിരിക്കണം? നല്ലതായിരിക്കണമെന്ന്. കൊടുത്തു നോക്ക്, കിട്ടും. വിതച്ചു നോക്ക്. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞത് വിതച്ചത്. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ഈയിടെ ഒരു പ്രസംഗം കേട്ടപ്പോഴേ രസകരമായൊരു കാര്യം പറയാൻ പോവുകയാണ്. നടന്നതായിരിക്കാം, പാസ്റ്റർ പ്രിൻസ് റാന്നി പറഞ്ഞ സംഭവം എൻ്റെ ഓർമ്മകളിൽ കത്തി വരുന്നു. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരിക്കലേ ഒരു സ്തോത്രാഴ്ച നടക്കുകയാണ്. സ്തോത്രാഴ്ചയുടെ നമ്മുടെ കൂട്ട് പാത്രവുമായിട്ട് വരിക, ഈ സഞ്ചിയുമായിട്ട് വരികയാണ്. സഞ്ചിയുമായിട്ട് വരുമ്പോൾ പാട്ടുപാടുന്നു, സ്തോത്രാഴ്ച എടുക്കുന്നു. അപ്പോൾ മുൻപിലിരുന്ന അച്ചായൻ പേഴ്സ് എടുത്തു, സ്തോത്രാഴ്ച എടുത്തിട്ടു. ഉടനെ പുറയിലിരുന്ന അച്ചായൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു 500-ന്റെ നോട്ട് എടുത്ത് മുമ്പിലിരുന്ന അച്ചായൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അച്ചായൻ എന്ത് ചെയ്തു? സ്തോത്രാഴ്ച ഇടാനാണല്ലോ എന്ന് കരുതി, ഇനിയും അങ്ങോട്ട് മറന്നു പോയതാണെന്ന് കരുതി അച്ചായൻ എന്ത് ചെയ്തു? ഈ മുൻപിലുള്ള അച്ചായൻ്റെ കയ്യിൽ ഈ 500 രൂപ എടുത്ത് കൊടുത്തു. മുമ്പിലിരുന്ന അച്ചായൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ 500 എടുത്ത് സ്തോത്രാഴ്ച പാത്രത്തിലിട്ടു. ആരാധനയെല്ലാം കഴിഞ്ഞു, മിറ്റത്തിറങ്ങി. ഇതാരാ ഈ 500 തന്നതെന്നൊന്ന് പരിചയപ്പെടണമല്ലോ. എന്താ എൻ്റെ കയ്യിൽ 500 രൂപ സ്തോത്രാഴ്ച ഇടാനായിട്ട് തന്നാൽ? നിങ്ങൾ അമേരിക്കയിൽ നിന്നോ ഗൾഫിൽ നിന്നോ വല്ലതും വന്നതാണോ? അല്ലല്ലോ. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനാണോ? അല്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഉന്നതമായ ഡിപ്പാർട്ട്മെൻറ്റിലാണോ? അല്ലല്ലോ. പിന്നെന്തിനാ 500 രൂപ സ്തോത്രാഴ്ച ഇടാനായിട്ട് തന്നത്? ഉടനെ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി കേട്ടോ? അല്ല, നിങ്ങളല്ലേ ഫ്രണ്ടിലിരുന്നത്. പേഴ്സ് എടുത്ത് നിങ്ങൾ പോക്കറ്റിൽ നിന്ന് സ്തോത്രാഴ്ച ഇടാനെടുത്തപ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് താഴെ വീണതായി 500 രൂപ. ഞാനത് നിങ്ങളുടെ കയ്യിലങ്ങ് തന്നേ ഉള്ളൂ. ഈ അച്ഛൻ ജീവിതത്തിൽ 10 രൂപ അല്ലാതെ ഇടത്തില്ല. ഈ അച്ഛൻ 10 രൂപ ഇടും. പക്ഷെ ഞാൻ ഇങ്ങനെ പറയാ, ഇന്നിപ്പോൾ എത്ര ഇട്ടു? ഇന്നിപ്പോൾ എത്ര ഇട്ടു? 500 അല്ല, 510. ഞാൻ ഇങ്ങനെ ചേർത്ത് പറയാ, പ്രിയരെ, ജീവിതത്തിൽ കൊടുക്കാത്തവരെ കൊണ്ട് ഒന്നിച്ചു കൊടുപ്പിക്കും. എന്താ സ്തോത്രം പറയാത്തെ? ജീവിതത്തിൽ കൊടുക്കാത്തവരെ കൊണ്ട് ഒന്നിച്ചു കൊടുപ്പിക്കും ദൈവം. എനിക്കത് കേട്ടപ്പം രസകരമായിട്ട് തോന്നി. നാം നല്ലത് പഠിക്കട്ടെ, നല്ലത് പഠിക്കട്ടെ, തലമുറയ്ക്ക് നല്ലത് കൈമാറട്ടെ, നല്ല കാര്യങ്ങൾ തലമുറയ്ക്ക് കൈമാറട്ടെ. അവരും ഇവരും നോക്കി, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ തിക്ത അനുഭവങ്ങൾ, അതിൻ്റെ നഷ്ടങ്ങൾ, അതിൻ്റെ ഭാരങ്ങൾ പിന്നത്തേതിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചേർത്ത് പറയാം, ഈ കുഞ്ഞുങ്ങൾക്ക് നാം പറഞ്ഞു കൊടുക്കുന്നവരാകണം, വിവരിച്ച് പറഞ്ഞു കൊടുക്കുന്നവരാകണം, രക്ഷയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരാകണം, ദൈവം ആരാധനയുടെ കാര്യങ്ങൾ വീട്ടിനകത്ത് പറഞ്ഞു കൊടുക്കുന്നവരാകണം, ദൈവം നടത്തിയ വിധങ്ങൾ, ഉപകാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരാകണം. 4, യോവേലിന് ഞാൻ പറഞ്ഞു, കഷ്ടതയുടെ കാലത്തെ അനുഭവങ്ങൾ അത് ചെറുതായിട്ടല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെയോ അവരോട് വിവരിച്ച് പറഞ്ഞു കൊടുക്കുവാനായി ഇട്ടിടയായി തീരണം. നിങ്ങൾ 5 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, വിവരിച്ചു പറഞ്ഞ എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വലം കൈ കൊണ്ടാണ് ഞങ്ങളെ രക്ഷിച്ചത്, ദൈവത്തിൻ്റെ വലം കൈ കൊണ്ടാണ് ഞങ്ങളെ വിടുവിച്ചത്, ദൈവത്തിൻ്റെ മുഖപ്രകാശ രക്ഷ കൊണ്ട്, ദൈവത്തിൻ്റെ ഭുജം കൊണ്ട് ഞങ്ങൾ രക്ഷ പ്രാപിച്ചത്. അത് വീട്ടിനകത്ത് പറയണം, അത് വീട്ടിനകത്ത് പറയണം. ഇവർ വിവരിച്ച് പറഞ്ഞിരുന്നു. ആ സംഭവങ്ങളെ പറഞ്ഞ് ഈ മെസ്സേജ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്.
ന്യായാധിപന്മാരുടെ പുസ്തകം, ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 13. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അയ്യോ യജമാനെ, യഹോവ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഭവിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ശ്രദ്ധിച്ചേ, അടിവരെ ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ അവിടെ അടിവരെ ഇട്ടോണം. യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് അറിയിച്ച് അവന്റെ അത്ഭുതങ്ങൾ എവിടെ? എന്താ അതിന്റെ അർത്ഥം? കരമുയർത്തി സ്തോത്രം പറഞ്ഞ്, അല്പസമയം സ്തോത്രം പറഞ്ഞ്, എല്ലാ കരങ്ങളും ഉയർത്തി സ്തോത്രം പറഞ്ഞ്. ജീവിതത്തിന്റെ പ്രതിസന്ധി എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. നന്മയെ ഫെലിസ്ത്യൻ അപഹരിച്ചു കൊണ്ടുപോകുന്നു. സകലതും ഇല്ലാതായി പോകുന്നു. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട ഒറ്റ ചോദ്യം, ആ ചോദ്യം ഇങ്ങനെയാണ്: ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് അറിയിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോടൊപ്പം എന്ത് ചെയ്തു? കൺക്ലൂഷനായിട്ട് പറയുക, അറിയിച്ചോ. ഒരു യഹൂദ ബാലൻ, ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ, അവന്റെ 6 വയസ്സുവരെ അവന്റെ ചെവിയിൽ വചനം പറഞ്ഞു കൊടുത്തു മാതാപിതാക്കൾ. അവന്റെ ചെവിയിൽ മാതാപിതാക്കൾ പറഞ്ഞുകൊടുത്തു. ഇപ്പം പ്രശ്നം വന്നപ്പം ഗിദെയോൻ ചോദിക്കുക, പിതാക്കന്മാര് പറഞ്ഞത് അത്ഭുതം എവിടെ? മക്കള് ചോദിക്കുന്നു, പിതാക്കന്മാർ അത്ഭുതം ചെയ്തെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞ ദൂത് കറക്റ്റ് ആണോ? പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ? പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? മക്കൾക്കും കൊച്ചുമക്കൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അത്ഭുതങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതിന്റെ ഗുണം എന്താണെന്നറിയാമോ? പ്രശ്നം വന്നു, മുൻപോട്ട് പോകാൻ വയ്യ. ന്യായാധിപന്മാർ 6:14 ഇങ്ങനെയാണ് പറയുന്നത്: ഈ ബലത്തോടെ പോക. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: തലമുറയുടെയും ബലത്തോടയക്കും. അത്ഭുതം പറഞ്ഞു കൊടുത്ത തലമുറയെ ശക്തിപ്പെടുത്തും. ഇപ്പോൾ നിന്റെ മക്കൾ എവിടെയുമാകട്ടെ, ദൂരെയാകട്ടെ, വിദൂരങ്ങളിലാകട്ടെ, കേരളത്തിന്റെ പുറത്താകട്ടെ, ഇന്ത്യയുടെ പുറത്താകട്ടെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, തലമുറ ബലത്തോടെ പോകട്ടെ. തലമുറയായിരിക്കുന്നിടത്ത് ബലത്തോടായിരിക്കട്ടെ. നീ പറഞ്ഞു കൊടുത്ത വചനങ്ങൾ ചെവിയിൽ മുഴങ്ങിയിട്ട് കാതിലത് ദൈവശബ്ദമായിട്ട് വന്ന് അവർക്ക് ബലമാകട്ടെ. വിശ്വസിച്ച് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? ചില തലമുറകൾ ബലപ്പെടുകയാണ്, പ്രശ്നങ്ങൾ മാറുകയാണ്, പ്രതികൂലങ്ങൾ മാറുകയാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് തലമുറകളോട് പറഞ്ഞു കൊടുക്ക്. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പറഞ്ഞു കൊടുക്ക്, വിവരിച്ച് പറഞ്ഞു കൊടുക്ക്. ദൈവം നടത്തിയ വിധങ്ങൾ, രക്ഷയുടെ അനുഭവങ്ങൾ പിതാക്കന്മാർ മക്കളോട് പറഞ്ഞു കൊടുക്ക്, കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്ക്. അത് അത്ഭുതമാണ്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയായി വെളിപ്പെടൂ. ഇപ്പോൾ ഗിദെയോൻ ചോദിക്കുന്നു, ഞങ്ങളോട് പറഞ്ഞതൊക്കെ എവിടെ? മറുപടി: നീ ഈ ബലത്തോടെ പോകൂ. തലമുറ ബലപ്പെടട്ടെ, തലമുറ ശക്തിപ്പെടട്ടെ, തലമുറയുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ബലം പ്രാപിക്കട്ടെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ജീസസ്. പിതാക്കന്മാർക്ക് അബദ്ധം പറ്റിയിട്ടില്ല. പറ്റിയോ? ഇന്ന് സോഷ്യൽ മീഡിയയിലെ വലിയൊരു വാർത്തയാ, പിതാക്കന്മാർക്ക് അബദ്ധം പറ്റി. ഞാൻ വിശദമാക്കുന്നില്ല. പിതാക്കന്മാർക്ക് അബദ്ധം പറ്റി. അവർ ഊരിയത് തെറ്റായിപ്പോയി, അവർ സ്നാനമറ്റത് തെറ്റായിപ്പോയി, അവർ അഭിഷേകം പ്രാപിച്ചത് തെറ്റായിപ്പോയി. പലരും പല വാർത്തകളുമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചേർത്ത് പറയാ, അത് 44-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, പിതാക്കന്മാർ അവർ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു, വിവരിച്ചു പറഞ്ഞു. ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞു, രക്ഷയുടെ പ്രവൃത്തിയാകുന്ന പെസഹയെക്കുറിച്ച് പറഞ്ഞു, ആരാധന മഹത്വം വെളിപ്പെടുത്തുന്ന അതെ കല്ല് നാട്ടിയ യോർദാനിലെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. തീർന്നില്ല. ദൈവം നടത്തിയ ആകാശത്തിൽ നിന്ന് അപ്പം വർഷിപ്പിച്ച അതെ മന്നയിട്ട പൊൻപാത്രത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് സൂക്ഷിച്ചു വെക്കുവാൻ പറഞ്ഞു. തീർന്നില്ല. കഷ്ടതയുടെ അനുഭവങ്ങളെ വിവരിച്ചു പറയാൻ പറഞ്ഞു. പിതാക്കന്മാർ പറഞ്ഞു, അവൻ പറഞ്ഞു കൊടുത്തു. ഗിദെയോൻ പറയുന്നു, ഞങ്ങൾ
ഞങ്ങളോട് പറഞ്ഞു തന്നത് എവിടെ? അങ്ങനെയെങ്കിൽ പിതാക്കന്മാർക്ക് തെറ്റുപറ്റിയില്ല, തലമുറ ബലത്തോടെ കടന്നുപോയി. ഇന്ന് വലിയ ചർച്ചകളാണ്. ഞാൻ ഒറ്റ വാക്കിൽ പറയാ, ഇത് ചർച്ച നടത്തുന്നവരും അതിന് മറുപടി പറയും. അവരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പറയിപ്പിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ഞാൻ ചേർത്ത് പറയാ, ദൈവസഭയ്ക്ക് പ്രമാണമുണ്ട്, വിശുദ്ധന്മാർക്ക് പ്രമാണമുണ്ട്. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാനിങ്ങനെ ചേർത്ത് പറയാ, നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ആചാരം നിങ്ങൾ എന്ത് ചെയ്യരുത്? അനുഷ്ഠിക്കരുത്. നിങ്ങൾ പോകുവാനിരിക്കുന്നിടത്തെ ആചാരങ്ങളുണ്ട്, അത് നിങ്ങൾ കനാനിലെ ആചാരങ്ങൾ എന്ത് ചെയ്യരുത്? അനുഷ്ഠിക്കരുത്. എന്നിട്ട് പറയാം, ഡു നോട്ട് പ്രാക്ടീസ് ഓർ ഡു നോട്ട് ഫോളോ ദെയർ കസ്റ്റംസ്. അത് നിങ്ങൾ എന്ത് ചെയ്യരുത്? അതെ, ആചരിക്കരുത്. അവരുടെ മര്യാദ എന്ത് ചെയ്യരുത്? ആചരിക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. കണ്ടോ, ലേവ്യ 18:3, പാർത്തിരുന്ന ദേശത്തിലെ നടപ്പ്, നിങ്ങൾ ചെല്ലാൻ പോകുന്ന ദേശത്തിൽ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നടക്കരുത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുക, ആ മര്യാദ നിങ്ങൾ ആചരിക്കരുത്. അത് നിങ്ങൾ ചെയ്യാതെ എൻ്റെ കൽപ്പനകൾ, എൻ്റെ വിധികൾ അനുസരിച്ച് എന്ത് ചെയ്യണം? നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അതുകൊണ്ട് ആ പിതാക്കന്മാർ ആമേൻ ആഭരണം ഊര്യരൊക്കെ ചെല്ലുന്ന ദേശത്തെയും നിന്ന ദേശത്തെയും അനാചാരങ്ങളോട് ഇടകലരാതിരിക്കുക, ദുരുപദേശത്തിന്റെ അതിന്റെ ചങ്ങലകളിൽ അകപ്പെട്ടു പോകാതിരിപ്പ, ദുരുപദേശങ്ങളിൽ കുഴഞ്ഞു പോകാതിരിപ്പ, അതിനോട് ഇടകലരാതെ ചിലതൊക്കെ വേണ്ടാന്ന് വെച്ചു, ചിലതൊക്കെ ഉപേക്ഷിച്ചു. അത് അബദ്ധമല്ല, അത് ദൈവകൽപ്പന പ്രമാണിച്ചതിന്റെ തെളിവാണ്. അതുകൊണ്ട് പിതാക്കന്മാർ അബദ്ധം പറ്റിയിട്ടില്ല. ഇന്നത്തെ തലമുറയ്ക്കാണ് അബദ്ധം പറ്റിയത്. ഇത് ചർച്ച ചെയ്യുന്നവർക്കാണ് അബദ്ധം പറ്റിയത്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ചേർന്നാമേൻ പറയാൻ. പിതാക്കന്മാർ മണ്ടന്മാരല്ല, അവർ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച തലമുറയ്ക്ക് വിവരിച്ചു പറഞ്ഞു കൊടുത്തു. അത് 78-ാം സങ്കീർത്തനത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ വിശദമാക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം അങ്ങനെ വിടട്ടെ. ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ അത് വന്നതാണ്. നിങ്ങൾ എത്ര പേര് പറയും അബദ്ധം പറ്റിയെന്ന്? അബദ്ധം പറ്റിയോ? ഒരബദ്ധവും പറ്റി